പശ്ചിമേഷ്യയിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് മതതീവ്രവാദം കുത്തിക്കടത്തി അവരുടെ കയ്യിൽ മാരകായുധങ്ങളും വട്ടച്ചെലവിനുള്ള കാശും വെച്ചുകൊടുത്തിട്ട് വിവിധ പേരുകളിൽ ഭീകരപ്രവർത്തനം നടത്തി ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചിറക്കിവിടുന്ന ലോകത്തിലെ ഏക രാഷ്ട്രമാണ് ഇറാൻ. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ ദശകങ്ങളിലുണ്ടായിട്ടുള്ള എല്ലാ ഭീകരപ്രവർത്തനങ്ങളുടെയും ആക്രമണങ്ങളുടെയും പൊട്ടിത്തെറികളുടെയും പിന്നിൽ പ്രവർത്തിച്ച ശക്തികേന്ദ്രം ഇറാൻ മാത്രമായിരുന്നു. പരിഷ്കരോന്മുഖമായ ഒരു ജീവിതം നയിച്ച് വിദ്യാഭ്യാസപരമായും സാംസ്കാരികവുമായുള്ള പുരോഗതികൾ പ്രാപിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന പേർഷ്യയുടെ എല്ലാത്തരം വികസനങ്ങളും നശിപ്പിച്ച് നാശകോശമാക്കി ഭീകരതയുടെ ഹബ്ബാക്കി മാറ്റിയതിൽ പ്രതിഷേധവും ഖേദവുമുള്ളവരാണ് പേർഷ്യൻ ജനത. ഖമേനി പരമ്പരകളുടെ തീവ്രവാദവും സ്വേച്ഛാധിപത്യവും കലർന്ന ഭരണത്തിനെതിരെ പ്രതിഷേധിച്ച് തൂക്കിലേറ്റപ്പെട്ടവരും വെടിയേറ്റ് വീണവരും ആയിരക്കണക്കിനാണ്. ചിലർ ഈ ഭീകരഭരണത്തോട് പ്രതിഷേധിച്ച് രാജ്യം വിട്ടുപോയപ്പോൾ മറ്റു ചിലർ ഭീകരതയുടെ അവശേഷിപ്പുകളായി ഇന്നല്ലെങ്കിൽ നാളെ മുല്ലാക്ക ഭരണകൂടം കടപുഴകി വീഴുമെന്നുറപ്പിച്ച് ഏങ്ങിയും തേങ്ങിയും കാത്തിരിക്കുകയാണ്. ഇറാനിലെ ബഹുഭൂരിപക്ഷം പോന്ന അത്തരക്കാരുടെ പ്രതീക്ഷകൾക്ക് ചിറകുകൾ നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഹിസ്ബുള്ള ആക്രമണത്തിനിടെ ഇറാനിയൻ ജനതയെ നെതന്യാഹു അഭിസംബോധന ചെയ്തത്. ഇറാനിലെ ഷിയ ദിവ്യാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു വിളിച്ചത് കുലീനരായ പേർഷ്യൻ ജനത എന്നായിരുന്നു. മിഡിൽ ഈസ്റ്റിനെ ഇരുട്ടിലേക്ക് ആഴത്തിൽ തള്ളിവിടുകയും ഇറാനികൾക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിങ്ങനെ അനിവാര്യമായതൊന്നും കൊടുക്കാതെ അവരെ നരകിപ്പിക്കുന്ന ഖമേനി ഭരണകൂടത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇറാൻ ഒടുവിൽ സ്വതന്ത്രമാകുമെന്നും നിങ്ങളും നിങ്ങളുടെ കുട്ടികളും കൂടുതൽ അർഹിക്കുന്നുവെന്നും എന്നാൽ ഈ ഭരണകൂടം നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെന്നും നമുക്കൊരുമിച്ച് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവിയുണ്ടെന്നും ആളുകൾ കരുതുന്നതിലും വളരെ നേരത്തെ ആ സമയം വന്നുചേരുമെന്നും എന്നാൽ എല്ലാം വ്യത്യസ്തമായിരിക്കുമെന്നും പ്രൗഢമായ പഴയ പേർഷ്യൻ സംസ്കാരത്തിലേക്ക് ഇറാനിയൻ ജനത വന്നുചേരുമെന്നും നെതന്യാഹു അന്ന് വ്യക്തമാക്കിയത്. നെതന്യാഹുവിന്റെ ആ ദീർഘദർശനത്തോടെയുള്ള വാക്കുകളെ സാക്ഷാത്കരിക്കുവാൻ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇറാനെ വീണ്ടും മഹത്തരമാക്കുക, മേക്ക് ഇറാൻ ഗ്രേറ്റ് എഗെയിൻ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ അഴിച്ചുവിട്ടിരിക്കുന്ന ആക്രമണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ പറഞ്ഞത് ഇറാനിലെ സിവിലിയൻസിനെ ലാക്കാക്കിയല്ല, മറിച്ച് ഇറാനിയൻ ഭീകര ഭരണകൂടം കൂട്ടിവെച്ചിരിക്കുന്ന ന്യൂക്ലിയർ പവറിനെ ഇല്ലാതാക്കാനാണ് തങ്ങളുടെ യുദ്ധമെന്നുമായിരുന്നു. അത് മനഃപൂർവ്വം മറച്ചുപിടിച്ചുകൊണ്ട് അതിനെ ഇസ്ലാമിക വംശഹത്യയാക്കി മാറ്റി മുതലെടുപ്പ് നടത്താൻ കച്ചമുറുക്കിയിറങ്ങിയ അവസരവാദികളുടെ നെറുകയിൽ പ്രഹരിച്ചുകൊണ്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ കനത്ത ആക്രമണത്തിന് പിന്നാലെ മേക്ക് ഇറാൻ ഗ്രേറ്റ് എഗെയിൻ, ഇറാനെ വീണ്ടും മഹത്തരമാക്കാൻ ഭരണമാറ്റം കൊണ്ടുവരിക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ട്രംപും രംഗത്ത് വന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഒരു ഭരണമാറ്റത്തിന് വിധേയമാകുമെന്നും ഭരണമാറ്റം എന്ന പദം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്നും എന്നാൽ പക്ഷേ നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തിന് അവരെ വീണ്ടും മഹത്തരമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാകില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനിയെ നീക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിശദമാക്കി അറ്റ്ലാന്റിക് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാനിൽ ഭരണമാറ്റം സൂചിപ്പിക്കുന്ന US പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത്. ഖമേനിയെ നീക്കാനുള്ള ഗൂഢാലോചന ഒരു കൂട്ടം ബിസിനസ്സുകാർ, സൈനിക, രാഷ്ട്രീയ നേതാക്കൾ, ബന്ധുക്കൾ, ഉന്നത പുരോഹിതന്മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന് അജ്ഞാതരായ നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇറാൻ പഴയ പ്രൗഢിയിലേക്ക് എത്തുമെന്ന് സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് സമ്മതിക്കുന്ന നെതന്യാഹുവിന്റെ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ തോറ്റോടിയെ എന്ന് ട്രോളിറക്കി മാനസിക സുഖം തേടിക്കൊണ്ട് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുകയാണ്. എങ്ങനെ കാലുപിടിച്ചിട്ടായാലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനിയൻ ജനത ആഗ്രഹിക്കുമ്പോൾ ഇറാന്റെ പുക കണ്ടിട്ടേ അടങ്ങുകയുള്ളൂ എന്നുറപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഹമാസ് മാനസന്മാർ സോഷ്യൽ മീഡിയയിൽ പ്രചരണം തുടരുന്നത്. ഏതായാലും ഇറാനിലെ സിവിലിയന്മാർക്ക് പഴയ പ്രതാപം തിരികെ പിടിക്കാനാകട്ടെ.